ഹായ് ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ വീഡിയോ തേങ്ങ എങ്ങനെയാണ് തുല്യ ഭാഗമായിട്ട് മുറിച്ചെടുക്കുന്ന രീതിയാണ്. ചിലർ തേങ്ങ വെട്ടിയിട്ടുണ്ടെങ്കിൽ പിളർന്നു പോകാം, പൊട്ടിച്ചെതറിപ്പോകാം. ചിലർ തേങ്ങ വെട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു മുറി വലുതും ഒരു മുറി ചെറുതുമായിട്ടാണ് കാണാറുള്ളത്. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക. തേങ്ങ മുറിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ 3 കണ്ണിൻ്റെ പൊസിഷനാണ്. ഒരു കണ്ണ് വലുതും 2 കണ്ണ് ചെറുതുമാണ്. ഈ ചെറിയ കണ്ണിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു വര കാണാം. അതുപോലെ ഈ ചെറിയ കണ്ണിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെയും ഒരു വര കാണാം. വലിയ കണ്ണിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെയും ഒരു വര കാണാം. നമുക്ക് ഈ തേങ്ങ എങ്ങനെ പൊട്ടിച്ചെടുക്കാമെന്ന് നോക്കാം. ഓരോ കണ്ണിൻ്റെയും നേരെ ഓപ്പോസിറ്റുള്ള വരയിൽ മുറിച്ച് നോക്കിയാൽ തേങ്ങ ഏത് വരയിലാണ് മുറിച്ചാൽ മുറിയെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഈ ചെറിയ വരയുടെ നേരെ ഓപ്പോസിറ്റ് ഈ വരയിൽ വെട്ടി നോക്കാം, തേങ്ങ മുറിയുമെന്ന്. മുറിയുന്നില്ല. ഇനി നമുക്ക് ഈ വരേൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ വരയമേൽ വെട്ടി നോക്കാം, മുറിയുമെന്ന്. മുറിയുന്നില്ല. ഇനി അടുത്തത്, ഇത് വലിയ കണ്ണാണല്ലോ, ഇതിന് നേരെ ഓപ്പോസിറ്റ് ഈ വരയിൽ അടിച്ചു നോക്കുക, തേങ്ങ കൃത്യ അളവിൽ തുല്യ അളവിൽ മുറിയുമെന്ന്. ഉണ്ടോ? തേങ്ങ ഒറ്റ കൊത്തിന് തന്നെ മുറിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് കണ്ടില്ലേ, തേങ്ങ തുല്യ അളവിൽ മുറിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഞാൻ തുല്യ അളവിൽ തേങ്ങ വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഇത് വെച്ച് നോക്കാം. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ കിട്ടാൻ എൻ്റെ ചാനൽ ദയവ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും ഒരു ഇൻഫർമേഷനുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.